നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ ആനുകൂല്യം നൽകുന്നത് സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജിക്കായി പാർട്ടിക്കുള്ളിലും സമ്മർദ്ദം. തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് VD സതീശൻ. പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ്. രാജിവെക്കില്ലെന്ന നിലപാടിൽ രാഹുൽ. ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷം. രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ വാർത്താസമ്മേളനം ഒഴിവാക്കി. രാഹുലിനെതിരെ തെരുവിലിറങ്ങി CPM-ഉം BJP-യും. തൃശൂരിൽ തൊട്ടിലുമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പ് പോര് രൂക്ഷം. ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന അന്വേഷണ സംഘം. മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിയെ തുടർന്നെന്ന് സുജാത ഭട്ട്. ഇടുക്കി ദേവികുളത്തെ മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവ്. അടിയന്തര റിപ്പോർട്ട് തേടി സബ് കളക്ടർ VM ആര്യ. മൂന്നാർ DFO, വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവർ റിപ്പോർട്ട് നൽകണം. മരങ്ങൾ മുറിച്ചു കടത്തിയത് റവന്യൂ വകുപ്പ് ഓഫീസിന് സമീപത്തു നിന്നും. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബർ 10-നും 18-നും ഇടയ്ക്ക് നടക്കുന്ന FIFA സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും. സ്ഥിരീകരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. എതിരാളികളെ പിന്നീട് തീരുമാനിക്കും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ള DA, DR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. താൻ MLA സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ MLA സ്ഥാനത്ത് നിന്നുമുള്ള രാജിക്കായുള്ള സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ കർശന നടപടി വേണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും വന്നതിന് ശേഷവും ഇരുട്ടിൽ തപ്പുകയാണ് KPCC. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. രാഹുലിന് പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ MP-യും രംഗത്തെത്തി. താൻ MLA സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാട് ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം മുറുകുന്നതിനിടയിലാണ് രാഹുൽ നിലപാട് ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരിശോധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിക്കുന്നതിനോടൊപ്പം ചില സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വേറിട്ട മാതൃക പാർട്ടി സൃഷ്ടിക്കുമെന്നുമാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമോ എന്ന് VD സതീശൻ ചോദിച്ചു. കോഴിഫാം നടത്തുന്നവരാണ് കോഴിയെ ഉയർത്തി പ്രതിഷേധിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രതിരോധം തീർക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവായി കൂടി കണക്കാക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ MP. രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ല. ആരോപണം ഉയർന്നയുടനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ CPM-നും BJP-ക്കും എന്ത് ധാർമ്മികതയെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഈ വിവാദങ്ങളിലൊന്നും കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി വ്യക്തമാക്കി. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ
അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും സമാന നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. രാഹുൽ സ്വന്തം നിലപാട് വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞു. MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതില്ലെന്നും പരാതിയില്ലാത്തതിനാൽ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്നും ദീപാദാസ് മുൻഷി ഇന്ന് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. 4 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായാണ് വിവരങ്ങൾ നൽകാൻ കണ്ണനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. കണ്ണൻ, വാർത്താ സമ്മേളനം നടത്തുമെന്ന് രാഹുൽ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവസാന നിമിഷം അത് മാറ്റുകയായിരുന്നു. എന്താണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം മാറ്റാനുള്ള ഒരു കാരണം? ഹൈക്കമാൻഡിന്റെ ഇടപെടലാണോ അതോ രാജിവെക്കില്ല എന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണോ? എന്താണ് പാർട്ടിയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു തീരുമാനം എന്തായിരിക്കും? വിവരങ്ങൾ എങ്ങനെ? നാല് മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായാണ് വിവരം. അതേസമയം കടുത്ത സമ്മർദ്ദത്തിലാണ് പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും കണ്ടത്. രാജി ഇല്ല എന്ന നിലപാടിൽ ഉറച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു. MLA ആയതിനു ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ഷാഫി പറമ്പിൽ MPക്കും ഇതിൽ പങ്കെന്ന ആക്ഷേപം. അതേസമയം വിവാദങ്ങൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി തമ്മിലടിയും രൂക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉയരുന്നത്. BJPയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വസതിയിലേക്കും പാലക്കാട്ടെ MLA ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടക്കും. അതിനിടയിലാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. MLA ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പരിശോധിക്കണമെന്നാണ് ഹൈക്കമാൻഡിന് ലഭിച്ച പരാതി. ഇതിൽ ഷാഫി പറമ്പിലിന്റെ പങ്കും അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് AI വിഭാഗങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയലിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അഭിജിത്തിന് വേണ്ടി MK രാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന സമിതി പ്രവർത്തകർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരുന്നു. അതേസമയം 1 വർഷം അവശേഷിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാവിനെ കൊണ്ടുവന്ന് പ്രശ്നപരിഹാരത്തിനും ശ്രമം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് TN പ്രതാപൻ. അക്കാര്യങ്ങളിൽ തങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്. ഏത് പ്രസ്ഥാനത്തിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരാണ്. വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും അവർ കളങ്കരഹിതമാക്കണമെന്നും TN പ്രതാപൻ പറഞ്ഞു. ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തകന്മാർ പാലിക്കപ്പെടേണ്ട വ്യക്തി ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പാലിക്കപ്പെടേണ്ട ചില നിഷ്കർഷതകളുണ്ട്. ഏത് പ്രസ്ഥാനങ്ങളിലായാലും പൂർണ്ണമായും അത് ക്ലിയർ ക്രിസ്റ്റൽ ആകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പൊതുപ്രവർത്തകന്മാർ ഏത് പ്രസ്ഥാനങ്ങളിലായാലും അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ക്ലിയർ ക്രിസ്റ്റലുകളാകണം, മാതൃകകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ലീഗ് ഉണ്ടാകും. സർക്കാരിനെതിരായ പോരാട്ടത്തിന് കോട്ടം തട്ടില്ലെന്നും ഇതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസ് അത് കൈകാര്യം ചെയ്തുകൊള്ളും.
കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ആൻസർ. ആയി കൂടുതൽ ആൻസർ ഇല്ല. ഒരു കുഴപ്പവും പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അത് അതിന്റെ മെറിറ്റുകൾ കണ്ടാൽ മതി. ഞങ്ങളുടെ രാഷ്ട്രീയമൊക്കെ അതിന്റെ മെറിറ്റ് തന്നെ പോകും. UDF വളരെ ശക്തമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരില്ല എന്നുള്ള മോഹമൊന്നും വേണ്ട, വരുന്ന പേടിയും വേണ്ട. രാഹുൽ വിഷയത്തിൽ കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്ന ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെയുള്ള ഉപവാസ സമരത്തിലേക്കാണ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ MPയെയും VD സതീഷിനെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകരെ പരിപാടി നടക്കുന്നതിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഷാഫി പറമ്പിൽ മടങ്ങിയ ശേഷമാണ് പ്രവർത്തകർ പ്രദേശത്തു നിന്നും പിരിഞ്ഞുപോയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൃശൂരിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. പടിഞ്ഞാറേക്കോട്ടയിലെ K കരുണാകരൻ പ്രതിമയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ എല്ലാ ഓഫീസുകളിലും തൊട്ടിലുകൾ കെട്ടേണ്ട അവസ്ഥയെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധം നടത്തിയത്. മുദ്രാവാക്യത്തോടൊപ്പം താരാട്ടുപാടി തൊട്ടിലാട്ടിയും പ്രതിഷേധിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇരകൾ പറയുന്ന പരാതി VD സതീശൻ അച്ഛനെ പോലെ കേട്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കയറൂരി വിടില്ലായിരുന്നുവെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും തെക്കിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം. സാധാരണ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരാതി എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന യുവനേതാക്കളെ പേടിച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ആസന്നമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പാർട്ടി ചുമതലയിൽ ഇരുന്നാലും ഇല്ലെങ്കിലും മഹിളാ മോർച്ചയ്ക്ക് പ്രശ്നമില്ല. പാലക്കാട് MLA എന്ന നിലയിൽ ഒരു നിമിഷം പോലും തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ലെന്നും നവ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജ C നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. CPM സർക്കാരും അയ്യപ്പ സംഗമം നടത്തുന്നത് അറിഞ്ഞപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് സംശയം തോന്നിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. DMK സർക്കാരും സ്റ്റാലിനും ഹിന്ദു വികാരത്തിനെതിരെ എന്തെല്ലാം പറഞ്ഞു. ഇക്കാര്യം ഇരട്ടത്താപ്പ് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അയ്യപ്പ സംഗമം CPM-ഉം പിണറായി വിജയൻ സർക്കാർ അവർ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ കോമ്രേഡ് സ്റ്റാലിനെ അവിടെ വിളിക്കുന്നുള്ളത് ഞാൻ വായിച്ചപ്പോൾ എനിക്കിത് ചിരിക്കണോ കരയണോ എന്നൊരു ആദ്യം ഒരു 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 ക്വസ്റ്റ്യൻ. എന്താണിത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഞാൻ കുറേ ഇവരുടെ ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥല തിരോധാന കേസിൽ വൺ ട്വിസ്റ്റ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന അന്വേഷണ സംഘം മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അങ്ങനെ പറഞ്ഞുവെന്ന് സുജാത ഭട്ട് പ്രതികരിച്ചു. SITക്ക് മുന്നിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. അധികാരത്തിൽ എത്തുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപകടകരം. സവർക്കർ മേലെ ഗാന്ധിജി താഴെ എന്ന ചിത്രമാണ് സംഘപരിവാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ മേഖലയിലും തുടങ്ങിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരുടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ അവതരിപ്പിക്കാനാണ് നോക്കിയത്. അതിന് അവർക്കുള്ള തടസ്സം കേരളം അവരെ സ്വീകരിക്കുന്നില്ല.
അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്നതാണ്. BJP ഭൂരിപക്ഷം നേടും. അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് തങ്ങൾ സുതാര്യമായിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ജനവിധിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് മാറുകയാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ എല്ലായിടത്തും വോട്ട് ചേർക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വോട്ട് ചേർക്കാനും വോട്ട് ചെയ്യാനും അനുവാദമുണ്ട്. കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് കേവലം 89 വോട്ടുകൾക്കാണ്. ഇപ്പോഴത്തെ ആരോപണങ്ങൾ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനെന്നും ജോർജ് പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ പറഞ്ഞു, മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ഇത്ര വോട്ട് ചേർത്തിട്ടുണ്ട്. അതല്ലേ ജനാധിപത്യ മര്യാദ? അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? രഹസ്യമായിട്ടല്ലല്ലോ ചേർത്തത്. കർണാടകയിൽ നിന്ന് മഞ്ചേശ്വരത്ത് കൊണ്ടുവന്ന് ചേർത്ത പോലെയല്ലല്ലോ ചേർത്തത്. യോഗ്യതയുള്ളവരാണ്, നിയമം അനുശാസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വർദ്ധിച്ച ഊർജത്തോടുകൂടി ഈ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും വോട്ട് ചേർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള പ്രവർത്തികൾ ആവശ്യമാണ്. കോഴിക്കോട് നാദാപുരത്ത് ജീവിച്ചിരിക്കുന്ന ആളുടെ വോട്ട് ഒഴിവാക്കാൻ ശ്രമം. 24-ാം വാർഡിലെ തട്ടാൻ കുന്നുമ്മൽ പാത്തുവിനെയാണ് മരിച്ചതായി കാണിച്ച് പുതുശ്ശേരി നിഷ പരാതി നൽകിയത്. പാത്തുവിന്റെ വീട്ടുകാർക്ക് നോട്ടീസ് നൽകാൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് പാത്തു ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നത്. ഇതോടെ പാത്തുവിന് വോട്ടുറപ്പിക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകേണ്ടി വന്നു. നേരത്തെ നാദാപുരത്ത് തന്നെ കല്ലുള്ളതി കല്യാണിയുടെ വോട്ടും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ച് നീക്കം ചെയ്യാൻ ശ്രമം നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നാദാപുരത്ത് തന്നെ 24-ാം വാർഡിലെ തട്ടാൻകുന്നുമ്മൽ പാത്തുവിന്റെ വോട്ടും ഒഴിവാക്കാനുള്ള ശ്രമം നടന്നത്. പാത്തു മരിച്ചതായി കാണിച്ച് പുതുശ്ശേരി നിഷയാണ് പരാതി നൽകിയത്. നോട്ടീസ് നൽകാൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് പാത്തു ജീവനോടെ ഉണ്ടെന്ന വിവരം അറിയുന്നത്. ഞാനെപ്പം വോട്ട് ചെയ്യേണ്ട വോട്ടിടാതെല്ലാം പോക്ക് കൊണ്ട് ചെയ്യലുണ്ട്. അന്നേരം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എന്താ ഒരു ഇത് എന്നിട്ടൊന്നും ഒരു സംഗതി ഇതുവരെ ഇല്ലേനും. വേറെ ഇപ്പം പുതുതായിട്ടുണ്ടായതാ. അപ്പം മരിച്ചവർ വന്നിട്ട് വോട്ട് ചെയ്യല് മരിക്കാണ്ടായതാണ് ഇവിടെ കസതലയും കുത്തിനേക്ക് നെത്തിടെ ഇതെന്താ ഇങ്ങനെ എന്നോട് വെറുപ്പ് രോഗക്ക് വോട്ട് ചെയ്യുന്നതിന്. ഇതോടെ താൻ മരിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ പാത്തുവിന് പഞ്ചായത്തിൽ ഹാജരാകേണ്ടി വന്നു. മതിയായ രേഖകളോടെയാണ് പാത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ ഹാജരായത്. UDF കുടുംബമാണ് പാത്തുവിൻ്റേത്. LDF വോട്ടില്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് UDFന്റെ ആരോപണം. സമാനമായി വോട്ട് ഒഴിവാക്കാനുള്ള ശ്രമം LDF നടത്തുന്നു എന്നാണ് UDF ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ചൂടുപിടിച്ച ബീഹാറിലെ രാഷ്ട്രീയം. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് കോൺഗ്രസും BJPയും. പള്ളികൾ മാത്രം രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നു എന്നതാണ് BJPയുടെ ആരോപണം. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുള്ള പ്രചാരണമാണ് കോൺഗ്രസും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. ബീഹാറിലെത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രീതി എന്തായിരിക്കും എന്ന സൂചന നൽകിയാണ് മടങ്ങിയത്. ഭരണഘടനാ ഭേദഗതിയും NDA ഭരണത്തിന് മുൻപേയുള്ള ബീഹാറിന്റെ അവസ്ഥയുമെല്ലാം പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടി. എന്നാൽ പ്രധാനമന്ത്രി മടങ്ങിയതിന് പിന്നാലെ ആ സന്ദർശനം രാഹുലിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി BJP. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പള്ളികൾ സന്ദർശിച്ചതാണ് BJP പ്രചാരണ വിഷയമാക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ സ്ഥിരം പദ്ധതിയാണ് ബീഹാറിൽ കാണുന്നതെന്ന് BJP ആരോപിക്കുന്നു. 18% മുസ്ലിം ജനവിഭാഗമുള്ള സംസ്ഥാനമാണ് ബീഹാർ. ആ വോട്ട് ലക്ഷ്യമിട്ടാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ എന്ന് BJP വിമർശിക്കുന്നു. മറ്റ് ആരാധനാലയങ്ങൾ രാഹുൽ സന്ദർശിക്കാത്തതും BJP പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് BJPയുടേതെന്നാണ് കോൺഗ്രസിന്റെ വാദം.
അതുകൊണ്ട് തന്നെ SIR, വോട്ട് മോഷണം എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 243 അംഗ നിയമസഭയിൽ നിലവിൽ 20 സീറ്റിന് വ്യത്യാസം മാത്രമാണ് NDA മുന്നണിയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാശിയേറിയ പ്രചാരണം വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉറപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ട് ചേർക്കാൻ എല്ലാവിധ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകണമെന്ന ബീഹാറിലെ അംഗീകൃത 12 രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ വോട്ട് ചേർക്കാനും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനുമുള്ള ഇടപെടൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. 65 ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് സംബന്ധിച്ച് നൽകിയ പരാതികളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള നടപടികൾക്കാകും പ്രതിപക്ഷം മുൻകൈയെടുക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലൈംഗിക അതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതിയാണ് അന്വേഷണം തുടങ്ങിയത്. കക്ഷിയായി എത്തിയ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ആരോപണ വിധേയനായ ജഡ്ജി വി ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ചവറ കുടുംബ കോടതി ചേംബറിൽ എത്തിയ വനിത കക്ഷിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ഉയർന്നത്. ഇടുക്കി ദേവികുളത്ത് നടന്ന മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവ്. മൂന്നാർ DFO, KDH വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരോടാണ് സബ് കളക്ടർ VM ആര്യ അടിയന്തര റിപ്പോർട്ട് തേടിയത്. ദേവികുളം റവന്യൂ വകുപ്പ് ഓഫീസിന് സമീപത്തു നിന്നുമാണ് കാട്ടുമരങ്ങൾ ഉൾപ്പെടെ ലോഡ് കണക്കിന് മരങ്ങൾ മുറിച്ച് കടത്തിയത്. ദേവികുളത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചതിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലെ മരങ്ങളും അനുമതിയില്ലാതെ വെട്ടിമാറ്റിയത്. മരം മുറിക്ക് വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയുള്ളതായി സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടർ ഉത്തരവിട്ടത്. വിഷയമായിട്ട് നമ്മളുടെ റവന്യൂ ഓഫീസുകളിൽ നിന്ന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് വരുന്ന പക്ഷം നമ്മൾ കൃത്യമായിട്ടുള്ള നടപടി എന്താണോ അത് എടുക്കുന്നതായിരിക്കും. റവന്യൂ വനം വകുപ്പുകളുടെ മൂക്കിനു താഴെ ലക്ഷങ്ങളുടെ മരം കൊള്ള നടന്നതായാണ് ആരോപണം. കാട്ടുമരങ്ങൾ ഉൾപ്പെടെ ലോഡ് കണക്കിന് മരങ്ങൾ ഇതിനോടകം മുറിച്ചു കടത്തി കഴിഞ്ഞു. വനം വകുപ്പിന്റെ DFO, റേഞ്ച് ഓഫീസുകളുടെ തൊട്ടടുത്തായിരുന്നു സംഭവം. ഗ്രാൻഡ്യൂസ്, കാട്ടുമരങ്ങൾ എന്നിവ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയത് ഈ ഓഫീസുകൾക്ക് മുന്നിലൂടെയാണ്. ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദം സംഭവത്തിലുണ്ടെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേസിൽ കുറ്റപത്രം പരിഗണിക്കുന്നത് ഒക്ടോബർ 18 മാറ്റി. പ്രതികളായ PR അരവിന്ദാക്ഷൻ, സതീഷ് കുമാർ അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായിരുന്നു. വിചാരണ ആരംഭിക്കുന്നതിന് മുന്നോടിയായ നടപടികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് പ്രതികൾ ഹാജരായത്. കലൂർ PMLA കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുക. CPM ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾ, CPM പാർട്ടി ഉൾപ്പെടെ 83 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 1500-ലധികം മനുഷ്യർ. 1000-ലധികം പേരും കൊല്ലപ്പെട്ടത് പാമ്പുകടിയേറ്റെന്നാണ് വനം വകുപ്പിന്റെ രേഖകളിൽ ഉള്ളത്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കിൽ വനം വകുപ്പ് കൃത്രിമം നടത്തിയെന്ന് കർഷക സംഘടനകൾ ആരോപിച്ചു. വനം വകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 2011 മുതൽ 2025 വരെ 1508 പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് രേഖകൾ. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായവർ വേറെയുമുണ്ട്. 2018-2019 കാലയളവിലാണ് വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കേരളത്തിൽ കൊല്ലപ്പെട്ടത്, 146 പേർ. ഏറ്റവും കുറവ് കഴിഞ്ഞ വർഷമാണെന്നും വനം വകുപ്പ് രേഖകൾ പറയുന്നു, 67 പേർ. 15 വർഷത്തിനിടെ കൊല്ലപ്പെട്ടവരിൽ 1114 പേരും പാമ്പുകടിയേറ്റെന്നാണ് വനം വകുപ്പിലെ കണക്കുകൾ. കാട്ടാനകളുടെ ആക്രമണത്തിൽ 285 പേരും, കാട്ടുപന്നി ആക്രമിച്ച് 70 പേരും, കാട്ടുപോത്തും കടുവയും ആക്രമിച്ചപ്പോൾ 11 പേർ വീതവും, മറ്റുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ 17 പേരും കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് പാമ്പ് ഒഴികെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 15 വർഷത്തിനിടെ 394 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വനം വകുപ്പിന്റെ പക്കലുള്ള കണക്ക്. എന്നാൽ പാമ്പുകടി മരണം വനം വകുപ്പ് പെരുപ്പിച്ച കണക്കാണെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ലഘൂകരിച്ച് കാണിക്കാനും വന്യമൃഗശല്യങ്ങൾ നാടുകളിലുള്ള പാമ്പുകളും അതുപോലെ നാടൻ കുരങ്ങുകളും ഒക്കെയാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനുമാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. വനം വകുപ്പ് കഴിഞ്ഞ ആഴ്ച ഇറക്കിയിരിക്കുന്ന
നയരൂപീകരണ രേഖയ്ക്കകത്തും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ലഘൂകരിച്ചു പറയുകയാണ് വനംവകുപ്പ് ചെയ്യുന്നതെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗശല്യം മൂലം ഗ്രാമീണ ജനതയുടെ ജീവിതം അനുദിനം ദുസ്സഹമായി കൊണ്ടിരിക്കുമ്പോഴും ശാശ്വതമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. എറണാകുളത്ത് മോഷണക്കേസ് പ്രതി ചാടിപ്പോയി. തൃക്കാക്കര പോലീസ് മെഡിക്കൽ എടുക്കുന്നതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് പ്രതി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത്. മെട്രോ നിർമ്മാണ സ്ഥലത്തു നിന്നും സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി അസദുള്ളയാണ് ചാടിപ്പോയത്. തൃക്കാക്കര കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന ആരംഭിച്ചു. ഗണേശ ചതുർത്ഥി ആഘോഷത്തിന് ഒരുങ്ങുകയാണ് രാജ്യം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണേശ വിഗ്രഹങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കാറുണ്ട്. ഹൈദരാബാദിലെ ഒപ്പുകുടയിലുള്ളത് വേറിട്ടൊരു കാഴ്ചയാണ്. സൈനിക വേഷത്തിൽ ഗണപതിയും വാഹനമായ മൂഷികന്മാരും. ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കിയുള്ള ഗണേശ വിഗ്രഹത്തിന്റെ വിശേഷങ്ങൾ കാണാം. ഇന്ത്യയുടെ സായുധ സേനകളുടെ ശൗര്യത്തെയും പ്രതിരോധശേഷിയെയും ആദരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ ഉപ്പുകുടയിൽ ശ്രീ മല്ലികാർജുൻ നഗർ യൂത്ത് വെൽഫെയർ അസോസിയേഷനാണ് രാജ്യസ്നേഹം വിളിച്ചോതുന്ന പ്രമേയത്തിന് പിന്നിൽ. ഒന്നാം ഇൻഡോ പാക് യുദ്ധം, രണ്ടാം ഇൻഡോ പാക് യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, കാർഗിൽ യുദ്ധം, ഉറി ആക്രമണം, പുൽവാമ ആക്രമണം, അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ എടുത്തു കാണിക്കുന്ന പോസ്റ്ററുകൾ വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. AI-യുടെ സഹായത്തോടെയുള്ള ഹ്രസ്വ സിനിമാ പ്രദർശനവും ഉണ്ടാകും. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതീകമായ ബ്രഹ്മോസ് മിസൈലുകൾ, S-400 റൈഫിളുകൾ, ഒരു സൈനിക മോഡൽ തീം തുടങ്ങിയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഗണേശ വിഗ്രഹം. പ്രാദേശിക കലാകാരന്മാരാണ് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 55 ദിവസമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. आर्टिस्ट लिया 50-55 डेज लिया काम करने को और हमको टाइम लगा 1-2 महीने टाइम लगा. कम से कम हम लोग 10 लोग 8 लोग काम कर रहे थे सुबह से रात तक. कभी कभी रात में 2-3 बजते थे. हर एक दिन एक ग्रुप बना लिया सिंदूर बोल के हम लोग 4-5 लोग 8 लोग डेली पेपर वर्क करके उसको ख़त्म कर दिया. ये जो भी लिया है हम लोग सैंपल्स पूरा ऑनलाइन में लिए, गूगल में लिए, वहाँ से लेके एक प्रिंट लेके वाल को चिपका लेके काम कर लिए. കഴിഞ്ഞ 49 വർഷമായി ഗണേശോത്സവം സംഘടിപ്പിക്കുന്ന അസോസിയേഷൻ ഓരോ വർഷവും വ്യത്യസ്ത പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 2023 ചന്ദ്രയാനായിരുന്നു പ്രമേയം. ന്യൂസ് ഡെസ്ക്, അമൃത TV. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം സ്വർണ്ണക്കമ്മൽ കവർന്ന കേസിൽ പ്രതി കർണാടക കുടക് സ്വദേശി PA സലീമും സഹോദരി സുഹൈബയും കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഹൊസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പോക്സോ ഉൾപ്പെടെ 7 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2024 മെയ് 15-നാണ് കുട്ടി പീഡനത്തിന് ഇരയായത്. തിരമാലകൾ കടലോരത്ത് തീർക്കുന്ന അപൂർവതകളെ ക്യാമറയിൽ പകർത്തി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ് ഫോട്ടോഗ്രാഫറായ കാസർഗോട്ടെ അമീർ അലി ഒളവറ. ഷാർജയിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ അമീർ അലി ഗോവയിലെ ബാഗ ബീച്ചിൽ നിന്നും പകർത്തിയ ഫോട്ടോകൾ ജൈവ വൈവിധ്യങ്ങളുടെ കാഴ്ചകളാണ്. ഒറ്റ നോട്ടത്തിൽ സാൻഡ് ആർട്ട് എന്ന് തോന്നും വിധത്തിലാണ് അമീർ അലി ഒളവറയുടെ ഫോട്ടോകൾ. വനവൽക്കരണത്തിന്റെ ആവശ്യകത മണ്ണും ജലവും ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങൾ. ഗോവയിലെ ബാഗ ബീച്ചിൽ നിന്ന് പകർത്തിയ ഫോട്ടോകൾ അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളിലായി 1 മാസക്കാലത്തോളം പ്രദർശിപ്പിച്ചതോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയുണ്ടായി. 2024 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അമീർ അലി അർഹനായി. തിരമാലകൾ തീരങ്ങളിൽ വൃക്ഷങ്ങളെ വരയ്ക്കുന്നതായിട്ടാണ് അമീർ അലിയുടെ മനസ്സിൽ പതിഞ്ഞത്. കടലോരത്ത് തിരമാലകൾ തീർത്ത അപൂർവതകളെ സെക്കൻഡുകൾക്കകം ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ഗോവയിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ് കാണുന്നത്. ഗോവ ബാഗ ബീച്ചിൽ. ഫസ്റ്റിൽ എനിക്ക് ഒരു കൈന്റെ നമ്മളൊരു കൈ ഉള്ളങ്കൈന്റെ ഒരു രൂപത്തിലുള്ള ഒരു ചിത്രമാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യേണ്ടി വന്നത്. അതിൽ ശരിക്കും എനിക്ക് ഫീൽ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ കൈന്റെ ഒരു വിരൽ എങ്ങനെ നഷ്ടപ്പെട്ടതിനുണ്ടെന്ന് എത്രത്തോളം പെയിൻ ആയിരിക്കും. അതായിരിക്കും ഒരു മരത്തിന്റെ ശില്ലകൾ കട്ടായി പോയി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്നത്. അതിനാണ് ഞാൻ പിക്ചർ ബാക്കി ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത്.
അങ്ങനെ ഒരു 10-30-ലധികം പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ടൈം മാത്രമേ ഇതിനുള്ളൂ. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് അടുത്ത തിര വന്നു കഴിഞ്ഞാൽ ഇമേജിന് ഇല്ലാണ്ടാവും. ഫോട്ടോകൾ കണ്ടാൽ ഒരു ചിത്രകാരൻ വരച്ച മരങ്ങളെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ഷാർജയിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ അമീർ അലി വനനശീകരണത്തിനെതിരെയുള്ള 100ഓളം ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ നടന്നുവരുന്ന ഫോട്ടോ പ്രദർശനം ആയിരങ്ങളെ ആകർഷിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. അതിരപ്പള്ളിയിൽ റിസോർട്ടിൽ കാട്ടാനക്കൂട്ടമെത്തി. കണ്ണൻകുഴിയിലെ ഷഹീം എന്ന സ്വകാര്യ റിസോർട്ടിലാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. ഇന്ന് രാവിലെ 6:15ഓടെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം വിവിധയിടങ്ങളിൽ തെങ്ങും വാഴകളും നശിപ്പിച്ചു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് സ്ഥിരീകരണം. നവംബർ 10-നും 18-നും ഇടയിൽ മെസ്സി ഉൾപ്പെടുന്ന ടീം സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് എത്തുമെന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. എതിർ ടീമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ ഏതാനും മാസമായി തുടർന്നു വന്ന അനിശ്ചിതത്വത്തിനാണ് ടീം കേരളത്തിലേക്ക് എത്തുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തോടെ വിരാമമാകുന്നത്. നവംബർ 10-നും 18-നും ഇടയിൽ അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നാണ് സ്ഥിരീകരണം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ടീമിന്റെ വരവിൽ തീരുമാനമായെങ്കിലും കേരളത്തിലേക്ക് എത്തില്ലെന്ന് വ്യാപക പ്രചാരണം നടന്നു. ടീം കേരളത്തിലേക്ക് എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനം വന്നതോടെ മെസ്സി ആരാധകരും ആവേശത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി നവംബറിൽ തന്നെ സംസ്ഥാനത്തെത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ ആശങ്കയില്ല. ഫിഫ റാങ്കിങ്ങിലുള്ള ടീം എതിർ ടീമായി എത്തും. കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.